ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറ്റുള്ളവർക്കൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് മാത്രം എന്താ കിട്ടാത്തെ? സഞ്ജയ് സാറിന് മാത്രമാണ് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുള്ളത്. സാറിനെ കുറിച്ച് മാഡത്തിന് അറിയാവുന്നതല്ലേ? ഏത് വിവരവും ചെകഞ്ഞെടുക്കാൻ ഇന്റലിജൻസ് ടീമിനേക്കാൾ കഴിവുണ്ട് സഞ്ജയ് സാറിന്. എന്തൊക്കെയാ മോനെ നടക്കുന്നേ? പോട്ടെ അമ്മ, നമ്മൾ ചെന്ന് നോക്കിയ പ്രശ്നം തീരുമല്ലോ. നീ വാ, നമുക്ക് നോക്കാം. അപ്പച്ചി, അപ്പച്ചി, വാ. എവിടെ പോന്നെ? തോക്കെടുത്ത് മാറ്റി വെക്കുന്ന. അയ്യോ, നിങ്ങൾ പോയി കാണേ. ആ അമ്മ ചെന്ന് കാണേ. പോ പോ, ചേട്ടനും വെക്കോ. ഞാൻ വാടി നിക്ക്. കണ്ടില്ലേ, ഇപ്പൊ എല്ലാവർക്കും ബോധ്യായില്ലേ? നിനക്ക് എന്താ ഗിരിജേ? തോക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ? ദേ തോക്ക്. ആ തോക്ക് ഇവിടെയാണല്ലോ ഇരുന്നത്. എവിടെയടി തോക്ക്? അപ്പച്ചി, എനിക്കറിയില്ല. നീ എങ്ങോട്ടത് മാറ്റിയതെന്ന്? അല്ല, നീ എന്തിനാ ഇവളോട് ചോദിക്കുന്നേ? ഇവളിവിടെ ഇല്ലായിരുന്നല്ലോ. വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ നാടൻ കളിക്കല്ല ഗിരിജേ. ഞാനോ? തോക്ക് ഇവിടെ ഉണ്ടായിരുന്നതാ, ഞാനത് കണ്ടതുവാ. എന്നിട്ടെന്താ, മാഞ്ഞു പോയോ? ചിലപ്പോ തനിയെ ഇറങ്ങി ഓടിക്കാണും. നീ പോടാ. എനിക്കറിയാം, ഇവിടെ തന്നെ അതെടുത്ത് മാറ്റിയത്. പറയടി, തോക്കവിടെ? എനിക്കറിയില്ല അപ്പച്ചി. നീ ശരിക്കും തോക്ക് കണ്ടതാണോ ഗിരിജേ? നാത്തൂന് എന്നെ സംശയമാണോ? അതിവിടെ ഉണ്ടായിരുന്നതാ. തോക്ക് ഇവിടെ ഉണ്ട്, ഞാനിപ്പോ തന്നെ കാണിച്ചു തരാം. വച്ചതാണല്ലോ. ഇവിടെ ഇവിടെ എന്താ ഇത്? ഇവിടെ ഉണ്ടാവും. മാറ്. ഇവക്ക് ഭ്രാന്താ. മാറി നിക്കടി അപ്പച്ചി. ഇവിടെ വെച്ചതാണല്ലോ. ദുർഗയുള്ള കുശുമ്പ് കൂടിട്ടേ ഇവൾക്ക് വട്ടായെന്നാ തോന്നുന്നേ. കുശുമ്പോ? അത് ഇവളോടോ? ദേമേ, വെറുതെ ഓരോന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്നാ പിന്നെ നീ കണ്ടുപിടിക്ക് തോക്കവിടെ. തോക്കോ? നിർത്ത് ഗിരിജേ, മതി. ഇവിടെ ഉണ്ട്. ബാത്റൂമിൽ ആരെങ്കിലും തോക്ക് കൊണ്ട് വെക്കോ? സത്യനാഥോനെ ഞാൻ പറഞ്ഞത്. തോക്ക് ഞാൻ ഇവിടെ കണ്ടതാ. ഇല്ല അപ്പച്ചി, അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. വേറെന്തോ കണ്ടിട്ട് തോക്കാണെന്ന് അപ്പച്ചി തെറ്റിദ്ധരിച്ചതാവും. നീ മിണ്ടരുത്. എന്റെ ഗിരിജേ, എന്താ ഇത്? നീ രക്ഷപ്പെട്ടെന്ന് കരുതിയല്ലേ നിന്റെ ഈ നാടകം? അപ്പച്ചി, ദുർഗ എന്തിനാ നാടൻ കളിക്കുന്നേ? നാടൻ കളിക്കുന്നത് നീയാ. അത് ശരിയാ, അപ്പച്ചിയുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ട്. നീ പോടാ, എല്ലാരും കൂടെ എന്നെ ഭ്രാന്തിയാക്കരുത്. എന്റെ പൊന്നു ഗിരിജേ, നിന്റെ കോലാഹലം കാണുമ്പോ ആർക്കായാലും ഭ്രാന്താണെന്നേ തോന്നുള്ളൂ. അല്ല, എല്ലാരും എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോ, എല്ലാരും അവരവരുടെ ജോലി നോക്ക്. പോന്നേ, വന്നേ. ഒരു ഭ്രാന്തുകാരി. എന്തൊക്കെയാണോ എന്തോ, ആർക്കറിയാം. അവളുടെ ഒരു തോക്ക് ഭ്രാന്ത അവൾക്ക്. മോളെ, നിക്ക്. മോളെ, നിനക്കും ഈ അമ്മയെ വിശ്വാസല്ലേ? സത്യത്തിൽ ഞാൻ തോക്ക് കണ്ടതാ. മതി, നിർത്തമ്മേ. വെറുതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഇനി ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ എല്ലാരും കൂടി അമ്മ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടാക്കും. വാ അമ്മേ. എടി മോളെ, ഒരു ദിവസം ഞാനത് തെളിയിക്കും. ഇനി അതാ എന്റെ ലക്ഷ്യം. എന്നാലും ആരായിരിക്കും
കൃത്യസമയത്ത് തോക്ക് മാറ്റി എന്നെ രക്ഷിച്ചത്? ഇന്നെന്താ ലഞ്ചിന് സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നും ആയിട്ടില്ല. ഇന്ന് തൽക്കാലം കുറച്ച് ബുള്ളറ്റ്സ് എടുത്തു തരട്ടെ. തോക്ക് കയ്യിലുള്ളതല്ലേ, ആവശ്യം വന്നേക്കും. അല്ല, എങ്ങനെ മനസ്സിലായി ഞാൻ എടുത്തതെന്ന്? വേറെ ആരെടുക്കാന്? കൃത്യസമയത്ത് എന്നെ എപ്പോഴും വന്ന് രക്ഷിക്കുന്നത് കിരൺ തന്നെയല്ലേ? എനിക്ക് എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട. ഞാൻ ഇത്രയും പ്രാധാന്യത്തോടെ ഏൽപ്പിച്ചൊരു കാര്യത്തിൽ നിങ്ങളുടെയൊക്കെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഈ ചാനൽ ഞാൻ എങ്ങനെ നടത്തിക്കൊണ്ടു പോവും? അങ്ങനെയല്ല മാഡം, ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ആ ടീമിന്റെ ഇൻഫർമേഷൻ എല്ലാം വളരെ രഹസ്യമാണ്. അത് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് പോലും അറിയില്ല. എന്തായാലും അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? വേണ്ട രീതിയിൽ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ ഈ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ആ വഴിയൊക്കെ നമ്മുടെ ടീം ശ്രമിച്ചതാണ് മാഡം, പക്ഷെ ഒരു രക്ഷയില്ല. മറ്റുള്ളവർക്കൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് മാത്രം എന്താ കിട്ടാത്തെ? സഞ്ജയ് സാറിന് മാത്രമാണ് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുള്ളത്. സാറിനെ കുറിച്ച് മാഡത്തിന് അറിയാവുന്നതല്ലേ? ഏത് വിവരവും ചെകഞ്ഞെടുക്കാൻ ഇന്റലിജൻസ് ടീമിനേക്കാൾ കഴിവുണ്ട് സഞ്ജയ് സാറിന്. പിന്നെ മാഡം, ഡിപ്പാർട്ട്മെന്റിന്റെ രഹസ്യം ഒരു പരിധിയിൽ കൂടുതൽ അന്വേഷിക്കാനോ ഫോണിൽ സംസാരിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അതൊക്കെ വലിയ പ്രശ്നമാവും മാഡം. നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെ ന്യായീകരിച്ച് രക്ഷപ്പെടാന്ന് കരുതണ്ട. എനിക്ക് റിസൾട്ട് വേണം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനും റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നോണ്ട് എന്താ ഉള്ളത്? മാഡം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് തന്നെ പലരും വിവരങ്ങൾ തരാൻ മടിക്കും. എപ്പോഴും എല്ലാവരോടും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ലല്ലോ. അറിയാം മാഡം, നമുക്ക് സാറ്റലൈറ്റ് ഫോൺ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാം. പലരും അതിൽ വിവരങ്ങൾ തരാൻ തയ്യാറായേക്കും. ശരി, എന്നാ പിന്നെ അത് വാങ്ങാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. ശരി മാഡം. ശ്ശേ.